ഗൈസ്, ആനുവൽ എക്സാമിന് ടൈം ടേബിൾ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? സോ ഈ 2026 ടൈം ടേബിൾ എപ്രകാരമാണ് എന്ന് നമുക്ക് നോക്കിയാലോ. ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹൈസ്കൂൾ അറ്റാച്ച്ഡ് LP സ്കൂളിലെ ടൈം ടേബിൾ ആണ്. അവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 12-ാം തീയതിയാണ് കേട്ടോ. അത് മാത്രമല്ല, അവർക്ക് കുറച്ച് നിശ്ചിത ദിവസം ഇടവേളകൾ വിട്ടിട്ടാണ് നമ്മുടെ എക്സാംസ് ഉള്ളത്. സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം 12-ാം തീയതിയാണ്. ആദ്യത്തെ എക്സാം നമ്മുടെ ലാംഗ്വേജ്, അതായത് മലയാളമാണ്. പിന്നീട് 17-ാം തീയതിയാണ് എക്സാം ഉള്ളത്. എക്സാം നമ്മുടെ ഇംഗ്ലീഷ് ആണ്. പിന്നീട് 19-ാം തീയതിയാണുള്ളത് മാത്സ് ആണ്. പിന്നീട് 24-ാം തീയതിയാണുള്ളത് നമ്മുടെ അറബിക് അല്ലെങ്കിൽ സംസ്കൃത്. ഏറ്റവും അവസാനം 26-ാം തീയതി നമ്മുടെ EVS ആണ് എക്സാം. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഹൈസ്കൂൾ അറ്റാച്ച്ഡ് LP സ്കൂളാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഇൻഡിപെൻഡന്റ് LP സ്കൂളിലെ ടൈം ടേബിൾ ആണ്. അവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 24-ാം തീയതിയാണ്. പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് എക്സാം ഉണ്ടായിരിക്കും. 24-ാം തീയതി മലയാളത്തോടു കൂടി നമ്മൾ എക്സാം ആരംഭിച്ചിട്ട് 25-ാം തീയതി ഇംഗ്ലീഷ് ഉണ്ടാവും, 26-ാം തീയതി മാത്സ് ഉണ്ടാവും, 27-ാം തീയതി നമ്മുടെ സംസ്കൃത് അല്ലെങ്കിൽ അറബിക് ആണ്. പിന്നീട് 30-ാം തീയതി EVS ആണ്. സോ എല്ലാവർക്കും ടൈം ടേബിൾ എങ്ങനെയാണ് എന്നൊരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ അടിപൊളിയായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് ആരംഭിച്ചോളൂ. അത് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന 26-ാം തീയതി, അതായത് ഫെബ്രുവരി 26-ാം തീയതിയാണ് നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് LP എക്സാം, അതായത് നമ്മുടെ LSS എക്സാം. അപ്പോൾ അതിന് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ LSS എക്സാം ആയിക്കൊള്ളട്ടെ, ആനുവൽ എക്സാം ആയിക്കൊള്ളട്ടെ, അടിപൊളിയായിട്ട് നല്ല മാർക്ക് കരസ്ഥമാക്കാനായിട്ട് ഇപ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ എനിവേ, എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.